യുവതിയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. മതിലകം സ്വദേശികളായ എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ ഫസൽ, കഴിവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൻ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 16-ാം തീയതി വൈകിട്ട് 5:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം സ്മാരക സ്കൂളിന് തെക്ക് ഭാഗത്ത് പലചരക്ക് കട നടത്തുന്ന പെരിഞ്ഞനം മൂന്നാംകുറ്റ് സ്വദേശിനി 49 വയസ്സുള്ള ജ്യോതിയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. കയ്പമംഗലം പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിലെത്തിയ പ്രതികളിൽ ഒരാൾ കടയിലേക്ക് അതിക്രമിച്ചു കയറി ജ്യോതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മോഷണശ്രമം തടയാൻ ശ്രമിച്ച ഇവരെ പ്രതികൾ തള്ളിയിട്ട് ദേഹോപദ്രവമേൽപ്പിച്ച ശേഷം സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സനോജ് മതിലകം പോലീസ് സ്റ്റേഷനിൽ 2024 ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആർ രതീഷ് കുമാർ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർമാരായ കെ രഞ്ജിത്ത്, ടി ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ശരത് ചന്ദ്രൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ ആർ കൃഷ്ണ, ബിജു കെ സി, നിഷാന്ത്, സുർജിത് സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.